ഹൽവ എന്ന് കേൾക്കുമ്പോൾ തന്നെ വായിൽ വെള്ളമൂറും. ഈ മധുര പലഹാരത്തിന് നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട്. പേർഷ്യയിലാണ് ഹൽവയുടെ ഉത്ഭവം എന്ന് കരുതപ്പെടുന്നു. മധുരം എന്നർത്ഥം വരുന്ന ഹുലവ് എന്ന അറബി വാക്കിൽ നിന്നാണ് ഹൽവ എന്ന പേരുണ്ടായത്. പിന്നീട് തുർക്കി, മധ്യേഷ്യ, ദക്ഷിണേഷ്യ എന്നിവിടങ്ങളിലെ രുചിഭേദങ്ങൾക്കനുസരിച്ച് ഹൽവയ്ക്ക് മാറ്റങ്ങളുണ്ടായി. ഗോതമ്പ്, കടലമാവ്, കാരറ്റ്, തേങ്ങ, ചുരങ്ങ ഇങ്ങനെ വിവിധ ചേരുവകൾ ഉപയോഗിച്ച് ഹൽവ നിർമ്മിക്കുന്നുണ്ട്. ആദ്യം ചുരങ്ങ കൊണ്ടുള്ള ദുധി ഹൽവ പരിചയപ്പെടാം. ദുധി ഹൽവ തയ്യാറാക്കാൻ നമ്മുടെ ചുരയ്ക്ക അഥവാ ചുരങ്ങ, പിന്നെ നെയ്യ്, പാൽ, പഞ്ചസാര എന്നീ ഇൻഗ്രീഡിയൻസ് ആണ് ആവശ്യം. ചുരങ്ങ നന്നായി തൊലി കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തെടുക്കുക. പാനിൽ നെയ്യ് ചൂടാക്കുക. കട്ടിയുള്ള അടിഭാഗത്തോടു കൂടിയ പാത്രങ്ങളാണ് എപ്പോഴും അഭികാമ്യം. നെയ്യ് ചൂടായാൽ കശുവണ്ടി പരിപ്പും ബദാമും ചേർത്ത് സ്വർണ്ണ നിറമാകുന്നതുവരെ വറുത്ത് കോരി മാറ്റിവെക്കുക. അതേ നെയ്യിലേക്ക് ഗ്രേറ്റ് ചെയ്ത ചുരങ്ങ ചേർത്ത് നന്നായി വഴറ്റുക. വെള്ളം പറ്റി മൃദുവാകുന്നതുവരെ ഇടത്തരം തീയിൽ 10-15 മിനിറ്റ് നേരത്തേക്ക് വേവിക്കുക. ചുരങ്ങ നന്നായി വെന്താൽ പാൽ ചേർത്ത് തിളപ്പിക്കുക. പാൽ ചുരങ്ങയോട് ചേർന്ന് വറ്റുമ്പോഴേക്കും പഞ്ചസാര ചേർക്കുക. ഹൽവ കുറുകി വരുന്നതുവരെ ഇളക്കിക്കൊണ്ടിരിക്കുക. റെഡിയായി കഴിഞ്ഞു. ചൂടോടുകൂടിയോ തണുപ്പിച്ചോ വിളമ്പാം. വീട്ടുകാർക്കോ കൂട്ടുകാർക്കോ നിങ്ങളുടെ കൈപുണ്യത്തിൽ തീർത്ത മധുര സമ്മാനം. വയറും നിറയും, മനസ്സും നിറയും. ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു കിടിലൻ മധുരമാണ്, ഗജർ ഹൽവ. ഇതിന്റെ മണം പോലും നിങ്ങളെ കൊതിപ്പിക്കും. കാരറ്റ് ഗ്രേറ്റ് ചെയ്യുക. പാനിൽ അല്പം നെയ്യ് ചൂടാക്കി ഗ്രേറ്റ് ചെയ്ത കാരറ്റ് ചേർത്ത് നന്നായി വഴറ്റുക. കാരറ്റിന്റെ നിറം മാറി വരുമ്പോൾ പാലൊഴിച്ച് പാൽ കുറുകുന്നതുവരെ നന്നായി ഇളക്കുക. പാൽ വറ്റി തുടങ്ങുമ്പോൾ പഞ്ചസാരയും ഏലക്കാപ്പൊടിയും ചേർത്ത് വീണ്ടും ഇളക്കുക. വെള്ളം വറ്റി ഹൽവ പാത്രത്തിൽ നിന്ന് വിട്ടുവരുന്ന പരുവത്തിൽ അല്പം കൂടി നെയ്യ് ചേർക്കുക. വറുത്ത അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർത്ത് നന്നായി യോജിപ്പിക്കുക. ഇതിന്റെ സ്വർണ്ണ നിറവും മാന്ത്രിക ഗന്ധവും ആരെയും കൊതിപ്പിക്കും. ആത്തേക്ക ഹൽവ. കട്ടിയുള്ള ഒരു പാൻ അടുപ്പിൽ വെച്ച് നെയ്യ് ചൂടാക്കുക. നെയ്യ് ചൂടാകുമ്പോൾ ഗോതമ്പ് പൊടി ചേർത്ത് ചെറിയ തീയിൽ നിരന്തരം ഇളക്കും. ഏതാണ്ട് 10 മിനിറ്റ് ആകുമ്പോഴേക്കും പൊടി സ്വർണ്ണ നിറമായി സുഗന്ധം പരത്തും. മറ്റൊരു പാത്രത്തിൽ വെള്ളവും പഞ്ചസാരയും ചേർത്ത് നന്നായി തിളപ്പിക്കുക. നിറത്തിനായി വേണമെങ്കിൽ കുങ്കുമപ്പൂവ് ചേർക്കാം. തിളച്ച പഞ്ചസാര ലായനി സാവധാനം ഗോതമ്പ് പൊടിയിലേക്ക് ഒഴിച്ച് കട്ട കെട്ടാതെ ഇളക്കുക. നല്ല പോലെ യോജിപ്പിച്ച് മിശ്രിതം പാത്രത്തിൽ നിന്ന് വിട്ടുപോരുന്ന പരുവമാകുമ്പോൾ ഏലക്ക പൊടിച്ചതും വറുത്ത അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർക്കാം. നന്നായി ഇളക്കി തീ ഓഫ് ചെയ്യുക. നെയ്യ് പുരട്ടിയ പാത്രത്തിലേക്ക് ഹൽവ മാറ്റി ചൂടാറിയ ശേഷം കഷണങ്ങളാക്കി മുറിക്കാം. അല്ലെങ്കിൽ മനോഹരമായ പാത്രങ്ങളിൽ വിളമ്പി നിങ്ങളുടെ പാചക വൈദഗ്ധ്യം ലോകത്തോട് വിളിച്ചു പറയുകയുമാവാം. ഓരോ ഹൽവയും ഓരോ കഥ പറയും. ചിലത് പഞ്ചസാരയുടെ മധുരത്തിൽ കുളിച്ചു നിൽക്കും, ചിലത് ശർക്കരയുടെ തനിമയിൽ തല ഉയർത്തി. അപ്പോൾ ഇനി ഏത് ഹൽവയാണ് നിങ്ങളുടെ രുചിയുടെ സ്വർഗം? പറയൂ.